വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് മീൻ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് മീൻ വേണേലും എടുക്കാം. അത് ഈ പറഞ്ഞ പോലെ നെമ്മീനാവാം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കരിമീൻ വെച്ചേച്ചാ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് കരിമീനാ. അപ്പൊ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നുണ്ടോ ഒരു 3 കരിമീനാ എടുത്തേക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇച്ചിരി ഒന്ന് വരയണം, എന്നാലേ അതിന്റെ ഉള്ളില് നമ്മുടെ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അത് തന്നെ തുടങ്ങാൻ നേരം ചെയ്യാവേ. ഇനി ഇതെല്ലാം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാ. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ഒരു മുഴുത്ത തക്കാളി അല്ലെ 2 തക്കാളി ചെറുത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ. ഇത് ഞാൻ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. പച്ചമുളക് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇടണമെന്നുണ്ടെങ്കില് നമുക്കിടാം. പിന്നെ ഉള്ളത് കുറച്ച് വിനാഗിരിയാ. ഈ വിനാഗിരി ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് കൊടംപുളി ചേർക്കാം. ചിലർക്ക് കൊടംപുളി ഇഷ്ടപ്പെടുകയില്ല എന്റെ ജോവ. അങ്ങനെ ആന്നേല് വാളംപുളി ചേർത്തു, ഇല്ലേ വിനാഗിരി ചേർത്തു, അല്ല നാരങ്ങാ നീര് ചേർത്തു. പിന്നെ വേണ്ടിയ കുറച്ച് മുളക് പൊടി, കാശ്മീരി ആണെങ്കിൽ അങ്ങനെ ഏതായാലും. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി. ഇത് ഒരു കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാല, ഇച്ചിരി കടുക്, ഇത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുവാണേ. ഇതൊരു കുറച്ച് പഞ്ചസാര. ഈ ബൗളിനകത്ത് പഞ്ചസാര കണ്ടുകൊണ്ട് ഇത്രയും ഇടുവോ എന്ന് വിചാരിക്കരുത്, ഒരു നുള്ളു മതി. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് തനി കുരുമുളക് വേണം. ഇതും എനിക്ക് വേണം. അത് പോയിട്ട് എനിക്ക് കുരുമുളക് പൊടിയും വേണം. പിന്നെ എനിക്ക് വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മതി. ഇതൊന്നും ഒത്തിരിയും വേണ്ട, കുറച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാല് കുറച്ച് ഉലുവ. ഇതൊന്നും ഒത്തിരി ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആ ചെറിയ ഉള്ളി പോയിട്ട് അല്ലാതെ കുറച്ച് സവാള, ഒരു മുഴുത്ത സവാള അല്ലെങ്കിൽ 2 സവാള. മീൻ എത്രയുണ്ടോ, എത്ര അരപ്പ് നമുക്ക് വേണോ അത് കണക്കാക്കി വേണം നമ്മൾ തക്കാളിയും ഈ സവാള എടുക്കാനായിട്ട്. പിന്നെ അഫ്കോഴ്സ് എന്റെ കറിവേപ്പില. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായി ഈ കറിവേപ്പിലൊക്കെ ചേർക്കും. ഈ നാടൻ ഭക്ഷണത്തിൽ കറിവേപ്പില ചേർക്കുവാണെങ്കിൽ എന്നാ ടേസ്റ്റാ അല്ലേ. അപ്പൊ നമുക്കൊന്ന് ഈ രുചികരമായ ഒരു ഭക്ഷണം നമുക്കിന്നൊന്ന് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാല് ഞാൻ മീനൊന്ന് വരയുക. അതായത് നമുക്കൊന്ന് അതിനെ ഒന്ന് വരഞ്ഞു വിട്ടു കഴിഞ്ഞാലല്ലേ അരപ്പൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. എനിക്ക് പൊതുവെ ചിലർക്ക് കരിമീനിന്റെ ഈ ചെതുമ്പല് മാത്രമേ കളയത്തുള്ളൂ. എനിക്ക് അന്നേരം ആ തൊലിയും കൂടെ പോയാലൊരു സമാധാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ തൊലി എടുത്തതാ. അതൊക്കെ അവനവന്റെ ഇഷ്ടവാ. ഇനിയിപ്പൊ ഈ മീൻ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പെറാനുള്ള അരപ്പെടുക്കാം നമുക്ക്. ഇതിനകത്തോട്ട് ഫസ്റ്റ് ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയേല് തുടങ്ങാം. സാധാ മീൻ വറുക്കുന്ന അരപ്പ. അതിനകത്തൊരു ഇച്ചിരി വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ പെരിഞ്ജീരകം ചേർക്കണം. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ആദ്യം ഇടുക. നമുക്ക് അരപ്പ് ഒത്തിരി അങ്ങ് വേണ്ട. മീനകത്തൊന്നും ഒരു മസാല പിടിക്കാനുള്ള ഒരു അരപ്പ. കുറച്ച് മുളക് പൊടി, 3 പിടിക്കാനുള്ള അരപ്പ് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ വേണ്ടി എനിക്ക് കുറച്ച് തനി കുരുമുളകാണ് ഇഷ്ടം പെരട്ടാനായിട്ട്. ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, അതൊരു ഇച്ചിരി കൂടുതൽ ഇട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകം, 1 ടീസ്പൂണോളം ഇടാവേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കഴിക്കും, അന്നേരത്തേനും അത്രയും വേണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് അഫ്കോഴ്സ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങാ നീരോ വിനാഗിരിയോ എന്നതേലും പുളിക്കുള്ളത്. പിന്നെ വേണ്ടിയ ഒരു ഇച്ചിരി ഉപ്പ്. ഇനി ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് അരച്ചെടുക്കാം.
ഓക്കെ, ഇനി ഇതിന്റെ അരപ്പായിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ പണ്ട് നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറയാം. ഞാനൊക്കെ കോട്ടയത്ത് ചെല്ലുമ്പം എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഇത് നല്ലോണം ചെയ്തു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഇന്നും ഒരു എന്താ പറയാ, അവരൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇതിപ്പോ ശരിക്കും ഞാൻ വേറെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം വിട്ട് വേറെ എവിടെയും ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നല്ലതാ. പിന്നെ ഈ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്നാന്നോ, നമ്മൾ ഈ കരിമീൻ കഴിക്കുമ്പം ഫിഷ് മോളി വെക്കാൻ ഉഗ്രനായത്. ഈ പറഞ്ഞ പോലെ മുള്ള് ഇതിനെ മാത്രം ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിന്റെ മുള്ളൊക്കെ തൊണ്ടയിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ആക്ച്വലി മീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്ന വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വലിയ ബൗളിലോട്ട് ഇട്ടേച്ച് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാലേ മീനിനകത്തൊക്കെ വെല്ലമൊക്കെ പിടിക്കത്തുള്ളൂ. ഇത് തലേന്നേ അങ്ങ് പെരട്ടി വെക്കാമെങ്കിൽ നല്ലതാ. ഇനിയിപ്പം നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് വറക്കാൻ പോവാ. എന്നു വെച്ചാൽ ഈ പെരട്ടി അത് വെച്ച് സമയമില്ല, നമുക്ക് ആപ്പാടെ ഇച്ചിരി നേരമല്ലേ ഉള്ളൂ അന്നേരം. പക്ഷെ ഞാൻ ഈ പെരട്ടുന്ന അരപ്പ് എല്ലാവരോടും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു വ്യത്യാസമാണ്. പക്ഷെ മിക്ക അമ്മമാരും ചെയ്യുന്നവരുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇഷ്ടമുള്ളവർ, ഇങ്ങനെ അരപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ മിക്സി ഞാനിപ്പോൾ തൽക്കാലം കഴുകുന്നില്ല. എനിക്ക് ഇനിയും അരപ്പരയ്ക്കാനുണ്ട്. സെയിം അരപ്പ് തന്നെയാ, അതിൻ്റെ കൂടെ ഒരു 1-2 സാധനങ്ങൾ മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് മാറ്റുന്നില്ല. ഇനി അടുപ്പൊന്ന് കത്തിച്ചേച്ച് ഞാൻ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീൻ തന്നെ വറുത്തെടുക്കാൻ പോവാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇനി നമ്മൾ സാധാരണ മീൻ വറുക്കുവാണെങ്കിലുണ്ടല്ലോ ഈ വെളിച്ചെണ്ണയുടെ കൂടെ ഒരു സ്പൂണ് നെയ്യും കൂടെ ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് എല്ലാ അമ്മമാരും പറയുന്ന പോലെ കുറച്ച് കറിവേപ്പില ഇടുക. ആഹാ, വെളിച്ചെണ്ണയിൽ ആ കറിവേപ്പില വീഴുമ്പോൾ ഒരു മണം. അതിനകത്തോട്ട് ഞാൻ പെരട്ടി വെച്ചേക്കുന്ന മീൻ ഇടുക. ഇതിനകത്ത് അരപ്പൊന്നും പിടിച്ചില്ല കൊച്ചേ എന്നൊന്നും പറയരുത്, നേരമില്ല. പക്ഷെ എന്നാലും ഞാൻ നല്ല രുചിയായിട്ട് ചെയ്യാൻ ദൈവം തമ്പുരാനോട് അനുഗ്രഹം ചോദിക്കാം. ഇത് മൊരുവ് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിതിന്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടി പോകരുത്. അപ്പൊ ഇച്ചിരി ഒന്ന് ക്രിസ്പി ആക്കി, അത്രയും ക്രിസ്പി ആക്കരുത്, എന്നാൽ ഇച്ചിരി മുരിച്ചെടുത്താലും തരക്കേടില്ല. കാര്യം ഗ്രേവി ചേരുമ്പോൾ മീൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവും. ഈ ചട്ടുകം ഉപയോഗിക്കുന്നത് എന്നാന്ന് വെച്ചാല് ഇത് നോൺ സ്റ്റിക് പാൻ അല്ല, അയണാണ്. അതുകൊണ്ടാണ് ഈ ചട്ടുകം ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞേക്കരുത്. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണില് രുചി കൊണ്ടും സംഗീതം കൊണ്ടും നിറവായിരിക്കണം ഇന്ന്. അപ്പോഴേ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായത് ഇന്ന് സംഗീതത്തെ സംബന്ധിച്ച് ആരോ ഒരാളാണ് വരാൻ പോകുന്നത്. പക്ഷെ പേര് ഞാൻ പറയുകയില്ല. അതേപോലെ അപ്പൊ ആ സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ടും നിറച്ച് എന്താ പറയാ, നമ്മുടെ ആനീസ് കിച്ചണിന്റെ നിറവ് രുചിയിലൂടെ നമുക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ അല്ലെ. അപ്പൊ അതും കൂടെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലൂടെ ചെയ്യാം. എല്ലാരും മീൻ പൊള്ളിച്ചത് ഞാൻ ഈ ചെയ്യുന്ന കൂട്ട് തന്നെയല്ല ചെയ്യുന്നത്, വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഇത് നമ്മുടെ ഒരു വെറൈറ്റി സാധനം. നമ്മൾ ആദ്യം ഇട്ട മീന് ഏകദേശം ഒന്ന് മൂത്തു, അത് ഞാനങ്ങ് കോരിയെടുക്കുക. ഈ ഒറ്റയടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ അറിയോ, ഈ അടുപ്പിന് സാധാ ഗ്യാസ് അടുപ്പിനെക്കാട്ടിലും പെട്ടെന്ന് ചൂടാവും. ഒന്നുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുക. കാര്യം അല്ലെങ്കിൽ ആ മീനൊന്ന് കരിഞ്ഞു പോവും.
പക്ഷെ ഈ എണ്ണ ഞാൻ വേസ്റ്റ് ചെയ്യല, അരപ്പുണ്ടാക്കാന്നേരം ഞാൻ എടുത്തോളാം. മീനിന് അധികം വേവില്ലെന്നാ പറയുന്ന കേട്ടോ. നമ്മുടെ ഷെഫ് പിള്ള സാർ ഉൾപ്പെടെ പറയുന്ന അങ്ങനെയാ. ഓക്കെ, ഇനി ഈ മീനും കൂടെ ഈ വശം മൊരിഞ്ഞു, ഇനി മറ്റേ വശവും കൂടെ മൊരിഞ്ഞു കഴിഞ്ഞു. ഈ ചീനച്ചട്ടി ഒന്ന് മാറ്റിയിട്ട് എനിക്ക് കുറച്ചുകൂടെ വലിയ ചീനച്ചട്ടി വെച്ചാലേ നമുക്ക് അരപ്പും മീനും എല്ലാം കൂടെ ചേർക്കാൻ ഒക്കുള്ളൂ. ഞാൻ ഇതൊന്ന് മാറ്റിയോട്ടെ. ഞാൻ ആ മീൻ വറുത്ത ചട്ടി മാറ്റി വെച്ച് ഇപ്പൊ ഞാൻ പുതിയ ചട്ടി വെച്ചു. ആ വറുത്ത എണ്ണ ഞാൻ കളഞ്ഞിട്ടില്ല, ആ സെയിം എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്തോട്ട് ഞാൻ എന്താ സവാള ഇടുക. ഈ സവാളയുടെ കൂടെ കുറച്ച് കറിവേപ്പില, ഇനിയാന്നു ഞാൻ എൻ്റെ അരപ്പ്, ഇതിന് ചേർക്കാനുള്ള അരപ്പ് അരയ്ക്കാൻ പോകുന്നത്. അതേ മിക്സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മിക്സി. അതിനകത്തോട്ട് ഈ അരപ്പ് ഇച്ചിരി ശ്രദ്ധിച്ചോളൂ. കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ മീനിൽ ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഇച്ചിരി മതി, അല്ലെങ്കിൽ മഞ്ഞ ഒത്തിരി ആയി പോയാലുണ്ടല്ലോ മഞ്ഞയുടെ ചുവ വരും. അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എത്ര എടുക്കുന്നോ അത്രയും തന്നെ മല്ലിപ്പൊടി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് വേണ്ടിയത് കുറച്ച് കടുക്, ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു. ഇതിനകത്തോട്ട് വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി. ബാക്കി ചെറിയ ഉള്ളി കളയണ്ട, നമ്മുടെ സവാളയുടെ കൂടെ കിട്ടും. ഇനി വേണ്ടിയത് കുറച്ച് ഇഞ്ചി. നമ്മൾ മീൻ വറുത്തയിൽ ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇച്ചിരി കൂടി ഇതിനകത്ത് വേണം. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവ. ഒരുപാട് വേണ്ട, കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോളം മതി. ഇതെന്താ അറിയാം, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുവേ. പിന്നെ വേണ്ടത് ഒരു നുള്ളു പഞ്ചസാര. വേണ്ട, ഈ 4 വിരൽ കൂട്ടിയെടുക്കുന്ന അത്രയും മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനീഗർ. ഇത് നല്ല അസലായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. ഓക്കെ, ഇനി ഈ അരപ്പ് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞേച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് ഇതിനകത്തോട്ടൊന്ന് ചേർക്കണം. പെട്ടെന്ന് ഉള്ളി വഴണ്ടു എന്ന് പറഞ്ഞേച്ച് ചേർക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാല് നമ്മൾ മീൻ വറുത്ത എണ്ണയാ ചേർത്തേക്കുന്നത്. ആ എണ്ണയിൽ ഉള്ളി വഴട്ടുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് അതിന്റെ ഒരു മണം അറിയാം, ആ മൂക്കുന്നേ. ആ മണം വന്നതിന് ശേഷമേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോ, ടൊമാറ്റോ ഇടുമ്പോഴും കുറച്ച് കറിവേപ്പില. ഒരുപാട് കറിവേപ്പില ഇട്ടിട്ട് അവസാനം മീനിന് പകരം കറിവേപ്പില ആയിരിക്കും എന്നും പറയരുതാരും. പക്ഷെ ഈ കറിവേപ്പില ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകമാണ്. അതിന്റെ ആ കറിവേപ്പിലയുടെ മണം ഞാൻ എപ്പോഴും പറയില്ലേ, വെളിച്ചെണ്ണയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം, ഒരു പ്രത്യേക മണം. തക്കാളിയുടെയും ആ ഒരു പച്ചച്ചൊവയും അതിനകത്തെ ആ വെള്ളത്തിന്റെ ആ ഒരു വാട്ടർ കണ്ടന്റും എല്ലാം ഒന്ന് പോണം. ഇനിയിപ്പോ അഥവാ
നമ്മൾ മീൻ വറക്കാൻ പറ്റിയ നേരത്തെ കുറച്ച് അരപ്പ് കാണുകയല്ലേ, ബാക്കി വന്നെന്ന് വെച്ചോ, കളയണ്ട. ആ അരപ്പും കൂടെ നമ്മളിപ്പൊ അരച്ച അരപ്പില്ലേ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്തേച്ച് ഒന്ന് അരച്ചേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുവാന്നേ. അത് ഉള്ളി വഴന്ന് കിട്ടാനായിട്ടും അല്ല, ഒരു ഇച്ചിരി എടുത്തുള്ളൂ. പക്ഷേ ആ ഇട്ടേക്കുന്ന ഉള്ളിക്കും ആ തക്കാളിക്കും ഒരു ഇച്ചിരി ഉപ്പ് പിടിക്കാനായിട്ട്. പിന്നെ അല്ലാതെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുവേ, നമ്മുടെ തക്കാളിയുടെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒത്തിരി അങ്ങ് കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഈ അരപ്പ് ചേർക്കണം. ഈ അരപ്പ് ചേർക്കുന്ന എന്നാന്നറിയാവോ, മീനിനകത്ത് ചേർത്ത അരപ്പ് മുരിഞ്ഞു വെന്തു, ഇതിനൊരു പച്ചച്ചൊവ കാണും. അപ്പൊ ആ ചൊവയൊന്ന് മാറും. ഞാൻ ഈ വെള്ളവും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. തേങ്ങാപ്പാൽ ചേർക്കുക പറഞ്ഞാൽ അത് ചേർത്താലും മതി. ഇപ്പൊ ഞാൻ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. ഇവിടെയാ ഞാൻ പറഞ്ഞേ, നമുക്ക് ആ വിനാഗിരി ചേർക്കാത്ത ആൾക്കാര് ഇവിടെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമയത്ത് വെള്ളവും ചേർത്തല്ലോ, ഉപ്പ് വെള്ളം എരിവായി, പുളിക്ക് പകരം കുടംപുളി ചേർക്കാം. ഇതിന്റെ ഒരു പച്ചച്ചൊവ നല്ലോണം ഒന്ന് മാറി നമ്മൾ ചേർത്ത എണ്ണയൊക്കെ ഒന്ന് തെളിയണം. ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇച്ചിരി കൂടെ കറിവേപ്പിലിടാം. ഏകദേശം നമ്മുടെ അരപ്പ് നല്ലതായിട്ട് മൂത്തു. പക്ഷെ ഒരുപാട് കരിയരുത്, ഈ ഒരു റെഡിഷ് ടോൺ മാറരുത്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരാൻ തോന്നുവാണെങ്കിൽ ചേർക്കാം. പിന്നെ എന്നാ വേണ്ടിയേ, എരിവിന് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഏതാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം. പക്ഷെ മുളക് പൊടി ചേർക്കുവാണെങ്കിൽ ഒന്ന് മൂപ്പിച്ചേച്ചേ ചേർക്കാവുള്ളൂ. ഇനി ഇത് ഒന്ന് തിളച്ചു. ഇതിന്റെ വെള്ളം ഒത്തിരി അങ്ങ് പറ്റി പോവരുത്. അതിന് മുമ്പ് നമുക്ക് മീൻ അങ്ങിടാം. ഇതിട്ട് കഴിഞ്ഞാൽ തീ നല്ലതായിട്ട് കുറച്ച് നമുക്ക് ഓരോന്നിൻ്റെയും മേലോട്ട് ഈ അരപ്പ്. ഇനി ഇത് ഇലയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഒത്തിരി സൂക്ഷിച്ചു വേണം ചെയ്യാൻ, പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറിയ തീയലിട്ടോണം. ചെറിയ തീയലിട്ടാലേ ഈ അരപ്പ് കംപ്ലീറ്റ് മീനയിൽ പിടിക്കത്തുള്ളൂ. പിന്നെ ചില അമ്മമാര് ഭയങ്കര കൈവാക്ക അവർക്ക്, അവർ മീൻ പൊടിഞ്ഞു പോവാതെ തന്നെ അത് മറിച്ചിടാൻ നല്ല കഴിവ് അവർക്ക്. അങ്ങനെയുള്ള അമ്മമാർക്ക് മറിച്ചിട്ടോളൂ. ഇത് കേട്ടോ, ഇനിയിപ്പോൾ ഇനി സൈഡിലെല്ലാം ഈ പറഞ്ഞ പോലെ എണ്ണ നല്ലോണം തെളിയും. ഈ നല്ലോണം തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ മീനൊന്ന് മറിച്ചിട്ടേച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ആ നമ്മൾ ചേർത്ത അരപ്പിന്റെ രുചി എല്ലാം മീനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇലയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. ഇതിന്റെ കൂടെ ബെസ്റ്റ് ചോറിന് നല്ലതാ, ചപ്പാത്തിക്ക് നല്ലതാ, അപ്പത്തിന് നല്ലതാ, ഇടിയപ്പം നല്ലതാ. ഇടിയപ്പം മീൻസ് നൂലപ്പത്തിന് നല്ലതാ. ഇത് കുറച്ച് എന്താ പറയുക, സ്പൈസി ആക്കേണ്ടവർക്ക് കുറച്ചുകൂടെ സ്പൈസി ആക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് ഒത്തിരി സ്പൈസി വേണ്ട, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു എന്നാ പറയാ 2-3 പച്ചമുളക് കീറി വെച്ചേക്കുക. അത് അതിനകത്തോട്ട് ഞാൻ ചുമ്മാ ഒന്ന് വെക്കുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ അധികം വേവത്തുമില്ല, എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആ മീൻ പൊള്ളിച്ചയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം ഇറങ്ങും. അതുകൊണ്ട് ഒരു ഇച്ചിരി സമയം വേണം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാനിത് ഇലയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ വാഴനാര് കൊണ്ടാ കിട്ടുന്നത്. ചില സമയം നമുക്ക് വാഴനാര് കിട്ടാറില്ല, ചിലർ ടൂത്ത് പിക്ക് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല നൂല് കാണും നമുക്ക്, ട്വെയിൻ നൂല്, അതായാലും മതി. ഇനിയിപ്പോൾ അതൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഒരു ചാക്കുനൂല് പോലത്തെ, ചാക്കുനൂല് എന്താണെന്ന് അറിയത്തില്ല, നല്ല ചാക്കുനൂലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കെട്ടിയാലും മതി. അത് കെട്ടിയിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് ഇലയിലേക്ക് മാറ്റി വാഴനാര് വെച്ച് കെട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചു.
വെൽക്കം ബാക്ക്. ഇനിയിപ്പോ ഞാൻ ചട്ടി അങ്ങനെ ഒന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ ഒരു പരഭാവം പരാതി ഒന്നും ഞാൻ കേൾക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആ ചട്ടി തന്നെ കഴുകിയെടുത്തു. അതാണ് ഒരു ഷോർട്ട് ബ്രേക്ക് പറഞ്ഞത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് നിറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇതെന്താന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തൂവിയേച്ച് അതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഈ കെട്ടിവെച്ചേക്കുന്ന ഇലയൊന്നും പൊളിച്ചെടുക്കുകയല്ല, അല്ലാതെ രണ്ടെണ്ണേ ഈ തവയിൽ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് രണ്ടെണ്ണം ഒന്ന് നല്ലതായിട്ട് മുരിഞ്ഞു വന്നേച്ച് അടുത്ത് ചേർക്കാം. ഇനിയിപ്പോ നമുക്ക് അധികം നേരം സമയം കളയാനില്ല. നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എക്കാലത്തെയും എവർഗ്രീൻ ഫേവറേറ്റ് ആയ ഔസേപ്പച്ചൻ സാറാണ് വന്നത്. സാറ് മാത്രമല്ല വന്നേ, സാർ ഇപ്രാവശ്യം ചേച്ചിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ ചേച്ചിയോട് ചോദിക്കാനുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ചോദ്യങ്ങൾ സാറിനോട് ഇച്ചിരി കുറയും, ചേച്ചിയോട് കൂടും. ഇനി നേരത്തെ പറഞ്ഞ പോലെ സമയമില്ല, അദ്ദേഹത്തിന് അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ എത്ര മീനിനെ ആണോ നമ്മൾ ചെയ്തു വെച്ച് അതെല്ലാം ഇതേപോലെ ഒരു തവ ഫ്രൈ, അതായത് തവ ഫ്രൈ ഇൻ ദ സെൻസ് നമ്മൾ ഈ വാഴയിലയില് പൊതിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഈ വാഴയിലേക്ക് ഒന്ന് മൊരിഞ്ഞു വരണം, അത്രേ ഉള്ളൂ അതിന്റെ പ്രൊസീജിയേഴ്സ്. പിന്നെ ഏറ്റവും അത്യാവശ്യം ഇലയിൽ മീൻ കെട്ടുമ്പോൾ ഇല വാട്ടി വേണം കെട്ടാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇല പൊട്ടിപ്പോവും, ഗ്രേവി എല്ലാം വെളിയിൽ വരും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ സെർവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് സെർവായിട്ട് ഒരുമിച്ച് കാണാം.